വനവാസം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകമാണ്. ഞങ്ങളെല്ലാവരും കാട്ടിരിക്കുന്ന പട്ടാഭിഷേകം. ഒരു കുറേ നാൾക്ക് ശേഷം സന്തോഷത്തോടെ പ്രൗഢിയോടെ പറയാം, ലാലേട്ടൻ്റെ കംബാക്ക്. മലയാളം ഇൻഡസ്ട്രി, മലയാളികൾ, താങ്ക് യു ജിത്തു ജോസഫ്. കാരണം ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ലാലേട്ടൻ തിരിച്ചു വന്നതിൽ ഒരുപാട് നാളായിട്ട് നമുക്ക് ലാലേട്ടൻ ഒരു മിസ്സിങ് ആയിരുന്നു. ലാലേട്ടൻ എന്നൊരു ആക്ടറിന് ഒരു നല്ല റോള് കിട്ടിയിട്ട്, അല്ലെങ്കിൽ വന്നൊക്കെ ഒരു കോമിക് റോള്, അല്ലെങ്കിൽ ഒരു മാസ് കാണിക്കാൻ നോക്കി എവിടേക്കോ പാളിപ്പോയ ഒരാൾ ഇതിനകത്തിലൂടെ ഒരു വമ്പൻ തിരിച്ചു വരാൻ വന്നിരിക്കുന്നത്. പടം മാരക പടം, അല്ലെങ്കിൽ പറഞ്ഞ ദൃശ്യം ലെവൽ ടെസ്റ്റ്, അതൊന്നുമില്ല, ടെസ്റ്റ് ഒന്നുമില്ല. ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. പക്ഷേ എടുത്തു വെച്ച രീതി ബോറടിപ്പിക്കാതെ 2.5 മണിക്കൂർ ത്രില്ലിംഗ് ആയിട്ട്, BGMs ആയാലും മേക്കിംഗ് ആയാലും കോർട്ട് റൂമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എടുത്തതാണ്. അങ്ങനെ സാധാരണ സിനിമ കാണുന്ന പോലെ ഭയങ്കര ഷോ ഓഫോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എന്നാലും അതിലൊരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പാർട്ട് ഫ്രം ലാലേട്ടൻ, ഈ മൂവിയിലെ 2 ഹീറോസ് എന്ന് പറയുന്നത് സിദ്ദിഖേട്ടനും അനശ്വര രാജനുമാണ്. അവർ രണ്ടുപേരും അടിപൊളിയായിരുന്നു. അനശ്വരയുടെ ടോപ്പ് നോച്ച്, അതായത് കരിയർ ബെസ്റ്റ് ആക്ടിങ് ലെവൽ. കാരണം ഒരു ബ്ലൈൻഡ് ഗേളായിട്ട് അഭിനയിക്കണേ പുള്ളിക്കാരി ഭയങ്കര ഓസമായിട്ട് തന്നെ ചെയ്തത്. അത് അനശ്വരന് ഇത്ര ഒരു എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പോയി. പിന്നെ സിദ്ദിഖ് എന്താ പറയുക, ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടറാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്ലൈമാക്സ് ഒക്കെ ആവാൻ പറ്റില്ല. കൈ കിട്ടിയ സിദ്ദിഖൊന്ന് പൊട്ടിക്കണം എന്ന് തോന്നും. കാരണം അത് ആളുടെ ആക്ടിങ് ബ്രില്യൻസ് കൊണ്ടാണ്. അത്ര അടിപൊളിയായിട്ട് നമ്മുടെ മനസ്സിൽ ആ ഒരു വെറുപ്പ് ആ ക്യാരക്ടറിനോട് ഇത് ചെയ്യാൻ സാധിച്ചു. അത് 3 പേരും അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടനെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. പഴയൊരു ലാലേട്ടൻ ആസ് എൻ ആക്ടർ തിരിച്ചു വന്നു. മൂവി എന്തായാലും ഒരു ക്രിസ്മസ് വിന്നർ ആയിരിക്കും. ഒരുപാട് ഫാൻസ് അല്ലെങ്കിൽ ഫാമിലിക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയൊരു മൂവി ആയിരിക്കും. എന്തായാലും ഞാൻ നിരാശപ്പെടുത്തില്ല. ഡു വാച്ച് ഓൺ തിയേറ്റേഴ്സ്. ഒരു കോർട്ട് റൂം ഡ്രാമയല്ല, അപ്പോൾ OTT വന്ന് കണ്ടാൽ പോരെ. അല്ല, തിയേറ്ററിൽ കാണാനുള്ള സ്റ്റഫുണ്ട്. നേര് മോഹൻലാൽ ഒന്ന് കലക്കിയിട്ട് തുടങ്ങിയതാണ് നേര്. അതൊരു ശുഭാരംഭമാണെന്നാണ് എൻ്റെ വിശ്വാസം. January 25 മലൈക്കോട്ടെ വാലിബൻ, March 20 റേഞ്ച് ബറോസ്, അത് കഴിഞ്ഞ് എമ്പുരാൻ, റംപാൻ. ഹൈ എക്സ്പെക്റ്റേഷൻ മൂവീസാണ്. വനവാസം കഴിഞ്ഞു, ഇനി പട്ടാഭിഷേകമാണ്. ഞങ്ങളെല്ലാവരും കാട്ടിരിക്കുന്ന പട്ടാഭിഷേകം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ സിനിമ കണ്ടിട്ട്. കാരണം എന്താ പറയുക, ലാലേട്ടൻ്റെ ഒരു കംബാക്കൊന്നും ഞാൻ പറയില്ല. കാരണം ലാലേട്ടൻ എങ്ങോട്ടും പോയിട്ടില്ല. കാരണം ആൾക്ക് ഒരു 3-4 സിനിമ ഫ്ലോപ്പായി എന്ന് വിചാരിച്ചിട്ട് ആളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നടനെയൊന്നും നമ്മൾ വിലയിരുത്താനൊന്നും നമ്മൾ മലയാളികൾ വളർന്നിട്ടില്ല. കാരണം അത്രയും റെലവൻ്റ് ആയിട്ടുള്ളൊരു ആക്ടറാണ് ലാലേട്ടൻ. പക്ഷേ ഒരു കുറച്ച് കാലത്തിന് ശേഷം ഒരു ഹിറ്റ് കിട്ടിയതിന് ഭയങ്കര സന്തോഷം. കാരണം ആളിതിലൊരു നോട്ടത്തിൽ വരെ ആളിതിൽ പെർഫോം ചെയ്തേക്കുന്നത് എക്സ്ട്രീമലി ടാലൻ്റ് ആയിട്ടാണ് ആൾ ചെയ്തിട്ടുള്ളത്. പിന്നെ ജിത്തു ജോസഫ് ലാലേട്ടൻ കോംബോ വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത്. ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. ഭയങ്കര ഒരു ദൃശ്യം പോലൊരു ട്വിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ ആ സിനിമ എടുത്തേക്കുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടാണ്. കാരണം നമുക്ക് ഒരു സ്ഥലത്ത് പോലും ലാഗ് അടിപ്പിക്കാതെ അത്രയും എൻഗേജിങ് ആയിട്ട് അതിൽ കൊണ്ടുപോയിട്ടുള്ളത്. ലാലേട്ടൻ ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെടുത്ത് പറയുന്നത് അനശ്വര രാജൻ്റെ പെർഫോമൻസാണ്. അനശ്വര എന്നുള്ളൊരു ആക്ടർ പല കാരണങ്ങൾ കൊണ്ട് പല സിനിമകളിലും ഓവർ ആക്ടിങ് എന്നുള്ള രീതിയിൽ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ ആൾ പെർഫോം ചെയ്തിരിക്കുന്ന കാരണം അനശ്വരയുടെ അല്ലാതെ തന്നെ വേറൊരു ആക്ടർ വെച്ചിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്യാനേ പറ്റത്തില്ല. അത്രയും എക്സ്ട്രീം ടാലൻ്റായിട്ടാണ് അനശ്വരത്തിൽ പെർഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ സിദ്ദീഖിക്ക വേറെ ലെവൽ, ജഗദീഷ് ഏട്ടൻ ഒന്നും പറയാനില്ല. എല്ലാം കൊണ്ടും അടിപൊളി പടമാണ് നേര്. കാരണം ഫാമിലിക്കൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം സിനിമയാണ് നേര്. ലാലേട്ടൻ ഫാൻസുകാർക്ക് ഒന്നും കൂടെ ആറാടാൻ പറ്റിയ സിനിമയാണ് നേര്. അപ്പോൾ എല്ലാവരും